ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ വിക്രത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ് രാധ, നീ എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ചത്ത് കളയാമെന്ന്. അപ്പോൾ രാധയുടെ കയ്യിൽ നിന്നും വിക്രം ആ ഉളി കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിയിട്ട് പറയാണ്, എങ്കിൽ നീ കൊല്ലടി, ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ രാധ പറയും, വിക്രമേട്ട വിട് എന്ന്. അപ്പോൾ വിക്രം പറയും, എന്നെ കൊല്ലെന്ന്. അല്ലെങ്കിൽ രണ്ടിനെയും കൊണ്ട് പൊറുതി മുട്ടിയാണ് വിക്രം ഇരിക്കുന്നത്. ഈ എല്ലാ ദേഷ്യത്തോടെ രാധയുടെ അടുത്ത് പറയും, എന്നെ കൊല്ല് നീ എന്ന്. എന്നിട്ട് രാധയുടെ അടുത്ത് പറയുകയാണ്, ഒരിക്കലും നിൻ്റെ ആഗ്രഹം നടപ്പില്ല, നിന്നെ ഞാൻ സ്നേഹിക്കുകയോ നിന്നെ വിവാഹം കഴിക്കുകയോ ഞാൻ ചെയ്യില്ല എന്ന് രാധയോട് വിക്രം പറയുന്നു. വിക്രം പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ രാധ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വർഷയും ശ്രീകാന്തും കൂടി ആലോചിക്കുകയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും വിക്രത്തെ വീഴ്ത്തണമെന്ന്. ഇത് കഴിഞ്ഞ് വർഷയും ശ്രീകാന്തും കൂടി വിക്രത്തെ വിളിച്ചു വരുത്തിയിട്ട് വിക്രത്തിൻ്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും വേദയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാണ് വിക്രത്തിൻ്റെ ശ്രീകാന്ത് പറയുന്നത്, എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ കൊണ്ട് അയക്കണമെന്ന്. ഇത് വിക്രം വാങ്ങിച്ചതുപോലെ കാണിക്കാൻ വേണ്ടി വേദയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വർഷ മാറി നിന്ന് വീഡിയോയൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ വിക്രത്തെ ആക്കണം എന്നുള്ള രീതിയിലാണ് ശ്രീകാന്ത് ശ്രമിക്കുന്നത്. അപ്പോൾ കാശിന് വേണ്ടി വിക്രം വേദയെ അവിടെ കൊണ്ട് തിരികെ ആക്കും. ഇത് വേദയ്ക്ക് വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവൾ വിശ്വസിക്കുമല്ലോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണെന്ന്. അങ്ങനെ അവനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് വർഷ വീഡിയോ എടുക്കുന്നത്. നല്ലൊരു മനുഷ്യനാണെന്ന് കരുതിയാണ് അവൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവളെ കൊണ്ട് നമുക്ക് അത് തെറ്റിദ്ധരിപ്പിച്ചാൽ അവൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയും എളുപ്പമാകുമല്ലോ എന്ന് കരുതിയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് വിക്രത്തെ വിളിച്ചു വരുത്തി ആ കാശിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ വിക്രം അതിനെ കൊണ്ട് വേദയുടെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നാ നിൻ്റെ അച്ഛൻ നിനക്കിട്ട വിലയാണ് ഈ 15 ലക്ഷം രൂപ എന്ന്. ഈ മോൾക്ക് ഇത്രയും പൈസയാണ് അച്ഛൻ വിലയിട്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടമാണ് തോന്നുന്നത്. എന്നാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള കാര്യത്തിൽ വിക്രം ആ പൈസ അവിടെ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് വേദ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് പൈസയാണ് ഇരിക്കുന്നത്. എന്നിട്ട് വേദ ഈ പൈസയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പറയും, എൻ്റെ അച്ഛൻ എനിക്കിട്ട വില ഈ 15 ലക്ഷം രൂപയാണോ എന്നിങ്ങനെ വേദ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്നും അറിയാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ ചെയ്യാത്ത കാര്യമാണ്, പിന്നെ അച്ഛൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നത്? മനസ്സറിയാത്ത കാര്യമാണ്. ഞാൻ അങ്ങനെ പൈസ കൊടുത്ത് നിന്നെ അങ്ങനെ വിളിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന്. പക്ഷെ അത് വേദ വിശ്വസിക്കുന്നില്ല. വേദ പറയുകയാണ്, അച്ഛൻ്റെ സ്വഭാവം ഇത്രയ്ക്ക് മോശമാണെന്ന് ഞാൻ കരുതിയില്ല. അച്ഛനൊരു നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഈ 15 ലക്ഷത്തിൻ്റെ വിലയേ ഉള്ളൂ അച്ഛ എന്നൊക്കെ വേദ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് ആ പൈസ അവിടെ ഇട്ട് കൊടുത്തിട്ട് വേദ പറയുകയാണ്, ഇനി അച്ഛൻ എത്ര ലക്ഷം രൂപ എത്ര കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഈ താലി ഉപേക്ഷിച്ച് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് വേദ അവിടെ നിന്ന് പോകുന്നത്. വിക്രം വീട്ടിൽ വരുമ്പോൾ വേദേനെ കാണുന്നില്ല. അപ്പോൾ വിക്രം വിചാരിക്കുകയാണ് പൈസയും കൊണ്ട് അവളെ സ്വന്തം വീട്ടിലേക്ക് പോയി ഇനി അവൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദ വരികയാണ്. വരുന്നിട്ട് വേദ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും വേദ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ വിക്രത്തിന് ചെറിയ ഇഷ്ടങ്ങൾ തോന്നുന്നു, സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ചെറുതായിട്ടൊന്ന് അടുക്കുന്നുണ്ട്. ശ്രീനിവാസൻ സാറിന് ഇലക്ഷൻ വരുന്നത് കൊണ്ട് വേദേനെയും വിക്രത്തെയും വെച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ഇത് വീട്ടുകാർ സമ്മതിക്കാതെ ശങ്കരനാരായണ സാർ സമ്മതിക്കാത്തത് കൊണ്ട് അവർ സ്വന്തം ഇഷ്ടത്തിൽ വിവാഹം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു. അപ്പോൾ അവർക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. പോസ്റ്റർ രാധ കാണാനിടയാവുകയും രാധയ്ക്ക് അപ്പോൾ ഇത് കാണുമ്പോൾ ദേഷ്യവും സങ്കടവും തോന്നുന്നു. രാധ അതിൽ നിന്ന് ഒന്നെടുത്തുകൊണ്ട് വന്ന് വിക്രത്തിൻ്റെ മുഖത്തെടുത്ത് എറിഞ്ഞിട്ട് വേദയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നേരത്തെ പ്രണയത്തിലായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതേ, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. വീട്ടുകാരും അച്ഛനും സമ്മതിക്കാത്തത് കൊണ്ടാണ്